അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒത്തിരി നാളായി പോയി സ്വാഗതം പറഞ്ഞിട്ട്. കാര്യം വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്ന് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെയാണ്. രണ്ടെണ്ണം ഇത്രയും നേരമായിട്ട് എണീറ്റിട്ടില്ല കേട്ടോ. ചേട്ടൻ ഇവിടെ ഇല്ലാത്ത ദിവസം 2 പേരും എണീക്കത്തില്ല. ഞാൻ എത്ര വിളിച്ചാലും എണീക്കത്തില്ല. വൈകുന്നേരം കിടക്കുമ്പോഴേ പറയും, അമ്മയെ നാളെ രാവിലെ വിളിച്ച് എണീപ്പിക്കില്ലേ എന്ന്. രാവിലെ വിളിച്ച് എണീപ്പിക്കുന്നതിന് ഇവിടെ വിളിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാം, 6:30 ആകുമ്പോഴാണ് വിളിക്കുന്നത്. എന്നാലും എണീക്കില്ല. ചേട്ടനുണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് 2 പേരെയും വിളിച്ചിട്ടില്ല. എവിടെ നിന്നാണ് ഉറക്കം പോയി എണീറ്റ് വരുന്നതെന്ന് അറിയത്തില്ല. ഇനി ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനാണ് ഇവരെ വഷളാക്കുന്നതെന്നാണ്. അപ്പം ഇപ്പം സമയം എന്നായി നമുക്ക് നോക്കാം കേട്ടോ. രണ്ടും നല്ല ഉറക്കമാണ്. അച്ചു ഇടയ്ക്കൊന്ന് എണീറ്റ് വന്നായിരുന്നു. വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചത്. അതെനിക്കൊന്നൊരു 5:45 ആയപ്പോഴത്തേക്ക് എണീറ്റ് വന്നത്. ഞാൻ എന്നാന്ന് ചോദിച്ചു. ഏത് അച്ഛൻ വിളിച്ചപ്പോൾ അപ്പോൾ ചേട്ടൻ വിളിച്ചായിരുന്നു ഗേറ്റ് തുറക്കാനായിട്ട്. ചേട്ടന് പോകാൻ വേണ്ടി താക്കോൽ നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു അച്ഛൻ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അച്ഛൻ പോയി എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് എന്നോട് പറഞ്ഞു എന്നാൽ എനിക്ക് ഇച്ചിരി നേരം കൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് കയറി കിടക്കുക. ഇപ്പോൾ സമയം എന്നാന്ന് ഞാൻ കാണിച്ചു തരാവേ. സമയം കേട്ടോ 8:30 8:30. ഇനി 2 എണ്ണത്തിനെയും കൂടെ ഇനി വിളിച്ച് എണീപ്പിക്കാൻ ടൈം പോവാണ്. എണീക്കുന്ന നോക്കിക്കോണേ. ചേട്ടൻ പറയുന്ന 2 പേരെയും വഷളാക്കുന്നത് ഞാനാണ്. ഞാൻ ഇവരെ വിളിച്ച് എണീപ്പിക്കത്തില്ല. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി വരുന്നില്ലേ എന്നൊക്കെ പറയുന്നു. പക്ഷേങ്കിൽ എനിക്ക് ഉറങ്ങുന്നവരെ വിളിച്ച് എണീപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്കിഷ്ടമല്ല. പക്ഷേ ഞാൻ ഉറങ്ങുമ്പോഴല്ലോ എന്നെ ആരും ഉറങ്ങാൻ സമ്മതിക്കാറില്ലെന്ന്. എന്നെ അന്നേരം വിളിച്ച് എണീപ്പിക്കും. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അവധിയല്ലേ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് രാവിലെ എണീക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ മൈൻഡ് ചെയ്യാത്തേ. എന്നാലും 8:30 ആയില്ലേ, ഇനിയിപ്പോൾ വിളിച്ച് എണീപ്പിക്കാം. 2 പേരും ഒരു റൂമിലാണ് കിടക്കുന്നത്. ഒരു റൂമിൽ 2 കട്ടിലിട്ട്. അച്ഛൻ്റെ റൂം ഇച്ചിരി വലിയ റൂമാണ്. ഇതിൽ 2 കട്ടിലിട്ട്. കാരണം കുറേ നാളെ കൊണ്ട് പറയുന്നുണ്ട് അവൻ്റെ റൂമിൽ കിടക്കണമെന്ന്. പക്ഷെ അവൾക്ക് പേടിയാണ്. അതിന് വേണ്ടിയാണ് അവളുടെ റൂമിലോട്ട് ഒരു കട്ടിലോട്ട് ഇട്ട് കൊടുത്ത് 2 പേരും റൂമിൽ കിടക്കുന്നത്. നമുക്കവർ വിളിച്ച് എണീപ്പിക്കാം. കണ്ടോ, ഇത്രയും വെട്ടം ഈ റൂമിൽ കയറിയിട്ടും 2 എണ്ണം ഉണർന്നിട്ടില്ല. ഈ ജനല് പണ്ടുള്ളവർ പറയും മൂട്ടി വെട്ടം അടിച്ചാൽ എണീക്കരുത്. കേട്ടോ, അവനൊന്നും കൂടെ മുഖം മൂടി. എണീക്കുന്നില്ലേ? ഇത് ഇച്ചിരി നല്ല വലിപ്പമുള്ള റൂമാണേ. അതുകൊണ്ട് ഇതിനകത്ത് 2 കട്ടിലാണ് ഇട്ടേക്കുന്നത്. എന്നടാ ഇന്ന് എണീക്കുന്നില്ലേ? എണീക്ക് പിള്ളേരെ. അച്ചു 8:30 എണീറ്റെ. ഉറക്കപ്രാന്തി. ഇതുപോലൊരു ഉറക്കപ്രാന്തി ഞാൻ കണ്ടിട്ടില്ല. എന്നാ ഉറക്കമാണെന്നറിയാവോ. പിന്നെ ഞാൻ കിടക്കുന്നൊന്നുമില്ല. ഇത് കണ്ടോ, തൊട്ടടുത്ത വീട്ടിലെ റംബുട്ടാൻ ഇവിടെ നിന്ന് നമുക്ക് പറിക്കാവുന്ന പോലെയാണ്. നിറച്ചും കായ്ച്ചിട്ടുണ്ട്. ഇതിലാണ് വേഴാമ്പൽ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മുടെ കുടുംബ വീട് കാണാം കേട്ടോ. മറ്റേ നമ്മൾ പണ്ടത്തെ നമ്മുടെ വീട് ആ വെള്ള എന്നടിച്ചേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കണ്ട ചുവപ്പ്, അതാണ് നമ്മുടെ കുടുംബ വീട്. കാലാവസ്ഥയൊക്കെ നല്ല തെളിച്ചത്തോടെ, മഴയൊക്കെ മാറിയും തോന്നുന്നു. അച്ചു എണീറ്റ് വാ എണീറ്റ്. കണ്ണ നിനക്ക് പോകണ്ടേ ഇതാ? എണീക്കുന്നില്ലേ? പിള്ളേരെ വിളിച്ചെണീപ്പിച്ചേച്ച് ഞാൻ പിന്നെ പതിയെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി കേട്ടോ. നമ്മുടെ മേൽവശത്ത് സൈഡിലായിട്ട് വാഷിംഗ് മെഷീനൊക്കെ വെച്ചേക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ അവിടെ തന്നെയാണ് തുണിയെല്ലാം വിരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൽ ഉണങ്ങിയ തുണിയെല്ലാം ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഞങ്ങളുടെ ഉണ്ട്, പിന്നെ പിള്ളേരുടെ ഉണ്ട്. അപ്പോൾ ഇവരോടൊന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഇവരിതെല്ലാം ചുരുട്ടി കൂട്ടി എടുത്തുകൊണ്ട് പിന്നെ എനിക്ക് ഒന്നും കൂടെ പണിയാണ് മുഴുവനും മടക്കാമെന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി അങ്ങ് എടുത്തുകൊണ്ട് പോകാമെങ്കിൽ പിന്നെ അലമാരിലോട്ട് അങ്ങ് വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് ബക്കറ്റിനകത്ത് ഇടേണ്ടി വരും. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഞാൻ കയറുവാണെങ്കിൽ ഇങ്ങനെ മുഴുവനും മടക്കി എടുത്തുകൊണ്ടേ വരത്തുള്ളൂ കേട്ടോ. എല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനമാണ്. അപ്പം അങ്ങനെ തുണിയെല്ലാം ഒന്ന് മടക്കി എടുത്തേച്ച് ഇനി കുറേ തുണി കഴുകാനും കൂടെ മെഷീനകത്ത് ഇടാനായിട്ടുണ്ട്. അതും എല്ലാം കൂടെ ഒന്ന് ഇടണം. എനിക്കറിയാൻ മേല ഈ വീട്ടിൽ തുണി കഴിയാലും തീരുകയില്ലാത്തൊരു വീട് ഇവിടെ മാത്രമുള്ളതെന്ന് എനിക്കൊന്നേ. തുണിയും പാത്രവും ഇത് രണ്ടും ഉണ്ടല്ലോ ഇവിടെ കഴിയാലും തീരുകയില്ല.
അങ്ങനെ ഉണങ്ങിയ തുണികളെല്ലാം ഒന്ന് മടക്കിയെടുത്ത് വെച്ചതിന് ശേഷം ഞാൻ മെഷീനകത്തോട്ട് ബാക്കി തുണിയും കൂടെ അങ്ങ് ഇട്ട് കേട്ടോ. തുണിയും കൂടി ഇട്ട് ഇനി അതെല്ലാം ഒന്ന് കഴുകാനായിട്ട് ഇടുകയാണ്. അത് കഴുകി കഴിയുമ്പോൾ തന്നെ എടുത്ത് വിരിച്ചിട്ടോളൂ വച്ചു. അപ്പോൾ ഉണങ്ങിയ തുണി അവിടെ കിടപ്പുണ്ടെങ്കിൽ ഇത് സൈഡിലോട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേച്ച് അതിൻ്റെ ഇപ്പുറത്തോട്ടങ്ങ് വിരിക്കും. അതുകൊണ്ടാണ് ഉണങ്ങിയ തുണിയെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം അലമാരിയിലോട്ട് അടുക്കി വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ താഴെ അലമാരി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ മുണ്ടും വീട്ടിൽ കൊടുക്കുന്ന കാവികൈലിയും പിന്നെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം അലമാരിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ തുണി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, അലമാരിയിൽ നിന്നൊരു തുണി എടുക്കാൻ ഉണ്ടല്ലോ, ഏറ്റവും മേളിൽ ഇരിക്കുന്ന എടുക്കത്തില്ല, അടിയിൽ നിന്ന് വലിച്ചെടുക്കും. ആ മേളിൽ ഇരിക്കുന്ന മുഴുവനും ചുളുക്കി പറിച്ചൊക്കെ എത്ര അടുക്കി വെച്ചാലും ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് തന്നെ ഞാൻ എല്ലാം ഒന്ന് അടുക്കി വെച്ചു. പിന്നെ എൻ്റെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും എടുത്ത് ഞാൻ എൻ്റെ അലമാരിലോട്ടും കൂടെ അടുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അതും കൂടെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി ഏകദേശമൊക്കെ കഴിയും. ഇപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയാണോന്ന് ചോദിച്ചാൽ ചപ്പാത്തിയല്ല. ഇത് കണ്ടോ, ഇതന്നെ ഈ റൊട്ടി എന്നൊക്കെ പറയുന്ന സംഭവമില്ല, ചില റൊട്ടി എന്നൊക്കെ പറയും, ഇച്ചിരി കട്ടിയിലുണ്ടാക്കിയേക്കുന്നതാണ്. ഇവിടെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇവരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ പക്ഷേ മയോണസും പിന്നെ ചിക്കൻ വറുത്തതുമാണ് ഇവർക്ക് ഇഷ്ടം. അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ താമസിച്ചാണ് കഴിക്കുന്നത്. ഇവർ എണീറ്റൊക്കെ വന്ന് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. ഇനി ഉച്ചക്കത്തെ എപ്പോൾ കഴിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാൻ മേല. കണ്ണാ ബാ, കണ്ണോ ബാ. കണ്ണന് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഇതൊക്കെ. ആണോടാ? അല്ലാത്തപ്പോൾ നിൻ്റെ സൗണ്ട് അങ്ങ് റോഡിൽ കേൾക്കുമല്ലോ. ഇപ്പം നിനക്ക് വീഡിയോ എടുക്കാൻ മാത്രം എൻ്റെ സൗണ്ട് ഇല്ലേ? അച്ചൂനും ലേഡി. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മയോണൈസ് മുക്കി ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ ചിക്കൻ ഒരു ചെറിയ പീസ് എടുക്കുക, ഇത് കേട്ടോ ഇങ്ങനെ മയോണൈസ് മുക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യട്ടെ. ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ രണ്ടുപേരും റിസൾട്ട് വരുന്നതിൻ്റെ ചർച്ചയിലാണ്. രണ്ടുപേരും പറയുന്നത് കേട്ടോണേ. ആണോടാ കണ്ണ? എന്നാടി നിന്റെ വരുന്നത്? കണ്ണു ടെൻഷൻ ഒന്നുമില്ല റിസൾട്ട് വരുന്നിട്ട് കേട്ടോ വെച്ചു. ടെൻഷൻ ഒന്നുമില്ല, അവനെല്ലാം ഫേസ് ചെയ്യുന്നു. ഒന്നും പറയാനില്ലേ നിനക്ക്? എക്സാം സമയത്തല്ലേ, എനിക്ക് അതൊക്കെയാ സങ്കടം. ഇന്നും ഉണ്ട് അവൻ ആ ഫോണും പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും കണ്ട ഫോണുണ്ട് കയ്യിൽ. ഇപ്പൊ പരീക്ഷ സമയമായിരുന്നപ്പോഴും എന്നത് പഠിക്കുമായിരുന്നു. അവധിക്ക് ഫോണിനെ തന്നെ അതൊക്കെ ചെയ്യാമെന്ന് പഠിക്കുമായിരുന്നു അല്ലേ? നീ എന്നെ പരിപാടി വെച്ചു കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇവള് ഉറക്കപ്രാന്തി കേട്ടോ. ഇവക്ക് എപ്പോഴും ഉറങ്ങണം അത് മാത്രമേ ഉള്ളൂ. അതേസമയം ആ ചെറുക്കനും എനിക്ക് ഉറക്കമെന്ന് പറയുന്നില്ല. രാത്രി മാത്രമേ ഞങ്ങൾ ഉറങ്ങുള്ളൂ അല്ലേടാ? കണ്ണൻ പകൽ ഉറങ്ങത്തേ ഇല്ല. അതേസമയം വേണ്ടേ കട്ടിലൊന്നും എഴുതി കാണിച്ചാൽ മതി, അവിടോട്ട് കിടന്നങ്ങ് ഉറങ്ങും. അത് തന്നെയാണ് ബാബുചേട്ടനും. ഒരപ്പനും മോളും അങ്ങനെ തന്നെയാണ്. എവിടെ ഇരുന്നാലും ഉറങ്ങണം. അപ്പം ഇനി നമുക്ക് കണ്ണൻ വൈകുന്നേരം എൻ്റെ കൂടെ ഒന്ന് കൂടണം കേട്ടോ. നമുക്ക് അവിടെ ചെറിയ പച്ചക്കറി നടാനുണ്ട്. എന്നാടി ഇങ്ങനെയൊക്കെ പറയുന്നു? അത് സാറില്ല, അച്ഛനറിയണ്ട, ഞാനിവിടെ നിൽക്കത്തേ ഉള്ളൂ. കണ്ണൻ എന്നെ ഹെൽപ്പ് ചെയ്യില്ല കണ്ണ. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ ഒന്ന് മാറ്റി നടാം. മഴയൊക്കെ മാറി തോന്നും, നല്ല വെയിലായി തുടങ്ങി. എന്നാടി ചിരിക്കുന്ന ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും? ആണോ? എന്നാ കണ്ണൻ തോറ്റു പോകുന്നു പറയട്ടെ, വീഡിയോ ആവുമല്ലോ നോക്കാം അല്ലേടാ? കേട്ടോ കേട്ടോ, നിനക്കൊന്നും പറയാനില്ലേ? അവനധികം ശ്രദ്ധിച്ചിരിക്കുക. കണ്ണൻ വീട്ടിലധികം സംസാരമൊന്നുമില്ല കേട്ടോ. അപൂർവങ്ങളില്ല. ആകെപ്പാടെ കണ്ണൻ സംസാരിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഫോൺ ഒന്ന് ചാർജ് ചെയ്യാൻ കുത്തിയിടുമ്പം
അന്നേരമാണ് ഞാൻ ഈ വീട്ടിലുണ്ടെന്ന് പോലും കണ്ണൻ അറിയുന്നത്. അമ്മേ എന്നും പറഞ്ഞിട്ട് വരും. അതുവരെ കണ്ണൻ്റെ അടുത്തൂടെ ഞാൻ പോയാൽ പോലും കണ്ണൻ അറിയല. അച്ചു പിന്നെ കിട്ടുന്ന സമയം ഉറങ്ങുക, ബാക്കി സമയം ഫോണിൽ. ആ ബാക്കി പിന്നെ അടുക്കള കുറച്ച് പണി, പാത്രം കഴിച്ചേക്കാം അച്ചുവിൻ്റെ വീഡിയോ സമ്മതിച്ചു. അപ്പം നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ പിള്ളേർ ഇവർ രണ്ടും ഉണ്ടല്ലോ, ഞാൻ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ രണ്ടിൻ്റെ വൈ നാക്കില്ലേ, ഇത് ഞാൻ അങ്ങോട്ടൊന്ന് ഓഫ് ചെയ്യണം രണ്ടിൻ്റെ വർത്തമാനവും കാര്യങ്ങളും കേൾക്കണമെങ്കിൽ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.